മന്ത്രിയായിരുന്ന KT ജലീൽ കോവിഡിന് തൊട്ട് മുമ്പ് മാലിയിലേക്ക് ഒരു യാത്ര പോയിരുന്നു. ഒരു ദുരൂഹ സ്വഭാവമുള്ള യാത്രയായിരുന്നു. അതെന്താണെന്ന് സുജാൻ സാറിന് ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. അത് 2019 നവംബറിലായിരുന്നു ആ യാത്ര. അതായത് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് വുഹാൻ വൈറസ് കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പോൾ ഈ യാത്രയുടെ പ്രഖ്യാപിത ലക്ഷ്യം മാലിയിലെ വിദ്യാർത്ഥികളെ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു. കാരണം കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഗവൺമെൻറ് ഓഫീഷ്യൽസൊക്കെ ആയിട്ട് ഒരു സംഘമായിട്ടാണ് പോയത്. പക്ഷേ അത് എൻ്റെ പുറമേ പറഞ്ഞ കാര്യം ഇതാണെങ്കിലും അതിനൊരു രഹസ്യ ഉദ്ദേശ്യമുണ്ടായിരുന്നു. ആ രഹസ്യ ഉദ്ദേശ്യം മാലിയിൽ നിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കാനായിട്ട് എത്തുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയെയും സഹായത്തിന് കൊണ്ടുവരാം. വിദേശത്തേക്ക് PR എടുത്ത് പോകുന്ന പോലെ അവർക്ക് പിന്നെ താമസിച്ച് ഇവിടെ പഠിക്കാം, അവരുടെ കുടുംബാംഗങ്ങളെയും കൊണ്ടുവരാം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ രഹസ്യോദ്ദേശം ഇതുവഴി എല്ലാ കോളേജുകളിലും ഈ കുട്ടികൾക്ക് SFIയുടെ സംരക്ഷണം കിട്ടും. കാരണം പ്രൊഫഷണൽ കോളേജുകളിൽ ഇപ്പോൾ എല്ലാ കോളേജുകളിലും റാഗിംഗ് ഉണ്ട്. അപ്പോൾ റാഗിങ് എന്ന് പറയുന്ന ഉമ്മാക്കി കാട്ടിയാണല്ലോ കുട്ടികളെ ഭയപ്പെടുത്തി വരുതിയിലാക്കുന്നത്, സ്നേഹം നടിച്ചും കൂടെ നിർത്തുന്നത്. അപ്പോൾ ഇവരെ ഈ LDF ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ വന്ന ആളുകൾ സ്വാഭാവികമായും യാതൊരു ഭീഷണിയും ഇല്ലാതെ തന്നെ SFIക്കാരാകും. അപ്പോൾ SFIയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാകും. പിന്നീട് മാലി ഒരു വലിയ ഭീഷണി നേരിടുന്ന രാജ്യമാണ്. അത് കാലക്രമേണ മാലിദ്വീപ് ഇല്ലാതാകും. ഈ ആഗോള താപത്തിൻ്റെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് സമുദ്രജലനിരപ്പ് ഉയരുകയും മാലി ഒരു വലിയ ഭീഷണി പോകുന്ന നമ്മുടെ ആൻഡമാൻ ദ്വീപുകളും ഭീഷണിയിലുണ്ട്. ആൻഡമാനേക്കാൾ കൂടുതലുണ്ട് അറേബ്യൻ കടലിൽ. അറേബ്യൻ കടലിൽ ഇത് 25 വർഷത്തിനുള്ളിൽ ഇത്ര മീറ്റർ ഉയരുമെന്നാണ് കണക്ക്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇപ്പോഴത്തെ തോതനുസരിച്ച് പോയാൽ അങ്ങനെയാണ് ഒരു 6-7 വർഷത്തിനുള്ളിൽ മാലി ഇല്ലാതെയാകും. കഥ കഴിയും. മാലിയിലെ 5 ലക്ഷം ജനങ്ങളെ പുനരധിവസിപ്പിക്കേണ്ട ബാധ്യത തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യക്കാണ്. എന്ത് ബാധ്യത എന്ന് പറയുന്ന ഒരു ജീവൻ നമ്മൾ ഇന്റർനാഷണൽ റെഫ്യൂജി അഗ്രിമെന്റിലൊന്നും നമ്മൾ ഒപ്പിട്ടിട്ടില്ല. പക്ഷേ ഈ പ്രശ്നം മാലിയുടെ മുൻ പ്രസിഡന്റ് MA ഖയൂം ഐക്യരാഷ്ട്രസഭ 30 വർഷം മാലി പ്രസിഡന്റ് ആയിരുന്നു. 68 മുതൽ 78 വരെയോ 68 മുതൽ 98 വരെയോ മറ്റോ ഏറ്റവും ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഖയൂം. ഇത് UN അവതരിപ്പിച്ചു. UN അവതരിപ്പിച്ചപ്പോൾ ലോകം ഞെട്ടിപ്പോയി. എല്ലാ അംഗങ്ങളും സ്തബ്ധരായിരുന്നു പോയി. മാലിയുടെ ഈ പാരിസ്ഥിതിക ദുരന്തം അദ്ദേഹം വളരെ ഫ്ലവറി ആയിട്ടുള്ള ലാംഗ്വേജിൽ അവതരിപ്പിക്കുകയായിരുന്നു. എല്ലാവരും എണീറ്റ് അദ്ദേഹം വാഗ്ദാനം, ഞങ്ങൾ അഭയം തരാം, ഞങ്ങൾ ഏറ്റെടുക്കും, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം എല്ലാവരുടെയും വാഗ്ദാനങ്ങളെയും അവരുടെ സ്നേഹപ്രകടനങ്ങളെയും കൗതുകത്തോടെ സ്വീകരിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്തിട്ട് അദ്ദേഹം അവസാനം ഒരു ചോദ്യം ചോദിക്കും. മനുഷ്യരായ ഞങ്ങളെ നിങ്ങൾ രക്ഷിക്കും, ഒരുപക്ഷെ ഞങ്ങളുടെ ചില വളർത്തുമൃഗങ്ങളെയും നിങ്ങൾ രക്ഷിച്ചെന്ന് വരാം, പക്ഷേ ഞങ്ങളുടെ ചിത്രശലഭങ്ങളെ ആര് രക്ഷിക്കും സാർ? വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. സഭ ഒന്നടങ്കം നിശബ്ദമായിരുന്നു. ഒരു തേനീച്ച ഇല്ലാതെയായ 4 കൊല്ലം കഴിയുമ്പോൾ ലോകം അവസാനിക്കും, മനുഷ്യരാശി ഇല്ലാതെയാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. ഈ ഇക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയുന്നത് പരസ്പര പൂരകമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ അതിൻ്റേതായ നിലനിൽപ്പും അനുപേക്ഷണീയമാണെന്ന്. അപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭ സ്തംഭിച്ച് എന്ന് കേട്ട പ്രസംഗമാണ് ഖയൂമിൻ്റേത്. മാലി എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രത്തിൽ നിന്നും വന്ന ഒരു പ്രായണ വലിയ ശബ്ദമൊന്നും സഭയിൽ പ്രകടിപ്പിക്കാൻ ഇടവന്നിട്ടില്ലാത്ത
ഒരു പ്രസിഡൻറ്റിൻ്റെ പ്രസംഗമായിരുന്നു. പക്ഷേ ഇത് ലോകത്തിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന തരത്തിൽ ഒരു പാരിസ്ഥിതിക മുന്നറിയിപ്പായിരുന്നു. ഇത് ഉസ്ബെക്കിസ്ഥാനിലെ ഒരു കായൽ ഇല്ലാതെയായിപ്പോയ കഥ അതിൻ്റെ പിന്നാലെ വരുന്നു. എറാൽ ലേക്ക് വറ്റിപ്പോയി. എറാൽ ലേക്കിനെ ഉപജീവിച്ച് 10 ലക്ഷത്തോളം ആളുകൾ ജീവിച്ചിരുന്നു. അതിൻ്റെ ചുറ്റും മത്സ്യബന്ധനം, നാവിഗേഷൻ, അങ്ങനെ പല ചിത്രങ്ങളുണ്ട്. കരയിൽ കിടക്കുന്ന കപ്പലുകളൊക്കെ. അത് ഒരു പാരിസ്ഥിതിക ദുരന്തമാണ്. അത് ഇന്ന് ഭൂമുഖത്തെ ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങളിലൊന്നാണ്. അത് മാൻമെയ്ഡാണ്. എന്തെന്നാൽ ഉസ്ബെക്കിസ്ഥാനിലൂടെ ഒഴുകി എത്തി ഈ കായലിൽ ജലസമ്പന്നമാക്കിക്കൊണ്ടിരുന്ന 2 നദികളിൽ സോവിയറ്റ് യൂണിയൻ അണക്കെട്ട് നിർമ്മിച്ചു. ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞു. കാലക്രമേണ ഇത് വറ്റിപ്പോയി. അത് മരുഭൂമിയാകാൻ കാരണം സോവിയറ്റ് യൂണിയൻ്റെ അതിദ്രുതമായ വൈദ്യുതോൽപാദന ത്വരയായിരുന്നു. അപ്പോൾ അവർക്ക് വൈദ്യുതി കിട്ടി. സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യക്ക് വൈദ്യുതി കിട്ടിയപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ ജനങ്ങളുടെ ഉപജീവന മാർഗമായ പാരിസ്ഥിതിക സൗകര്യങ്ങളും ഒരു തടാകം തടാകം മരുഭൂമിയായി. ഈ ദുരന്തം, തടാകം എന്ന് പറയുമ്പോൾ ചെറിയ തടാകമൊന്നുമില്ല, അല്ല, വലിയ കായൽ, നമ്മുടെ വേമ്പനാട് കായൽ പോലുള്ള ഒരു കായലാണ് വറ്റിപ്പോയത്. അത് മണലായി. അവിടെ കെട്ടിയിട്ടിരുന്ന വള്ളമൊക്കെ ഇപ്പോഴും അതുപോലെ കിടപ്പുണ്ട്. ഇപ്പോൾ അവിടെ ഒരു വിസിറ്റിംഗ് സ്പോട്ടാണ്, ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പം ഈ കായലിൻ്റെ ദുരന്തം ഈ UN പ്രസിഡൻ്റ് അവതരിപ്പിച്ച അവരുടെ മുങ്ങി ഉണ്ടാകാവുന്ന അപകടം, ഒരു രാജ്യം മുങ്ങിപ്പോകാവുന്ന അപകടം, ഇതാണ് നമ്മുടെ തീര പ്രദേശങ്ങളെല്ലാം ഭീഷണിയിലാക്കുന്ന സമുദ്രജലം ഉയരുന്നതിൻ്റെ പാരിസ്ഥിതിക. ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും നിങ്ങളുടെ നാച്ചുറൽ നൈബേഴ്സാണ് കേരളം, ഇന്ത്യ എന്നല്ല, കേരളം. കാരണം മാലിക്കാർ ചികിത്സയ്ക്ക് വരുന്നതും വിദ്യാഭ്യാസത്തിന് വരുന്നതും കുട്ടികളുടെ പഠനത്തിന് വരുന്നതും പിന്നെ വളരെ വർഷങ്ങളായി തിരുവനന്തപുരം, കൊല്ലം മാലി ഹോട്ടൽ പോലും ഉണ്ട്. മാലിക്കാർക്ക് പാചകം ചെയ്ത് കൊടുക്കാൻ ഒരുപാട് പാചക തൊഴിലാളികളും ഉണ്ട് തിരുവനന്തപുരത്ത്. അപ്പം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇവർ ചികിത്സയ്ക്ക് വരുന്നത്. അപ്പം മാലിയുമായിട്ട് തെക്കൻ കേരളത്തിനൊരു അടുപ്പമുണ്ട്. ഇവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉറപ്പ് കൊടുക്കാനാണ്. മാലി ഇൻ കേസ് മുങ്ങുകയാണെങ്കിൽ അവർ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് കേരളം സന്നദ്ധമാകാൻ നിർബന്ധിതമാകുമെന്നും അതിനു മുമ്പ് തന്നെ അവരുടെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനിടയായാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വരാം. മാത്രമല്ല അപ്പോഴേ തന്നെ ഇവരെ സഹായിച്ച ആളുകളാണ്. ഇവരിവിടെ എത്തിക്കഴിയുമ്പോൾ കേരളത്തിലെ തെക്കൻ ജില്ലകളിലെ ഒരു 50-60 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇവരെ വിന്യസിക്കാം. ഓരോ മണ്ഡലത്തിൽ 5000 പേരെ താമസിപ്പിച്ചാൽ മതി ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ അട്ടിമറിക്കാം. മാത്രമല്ല ഈ മണ്ഡലങ്ങളിൽ പലതും 2000, 1000 വോട്ടുകൾക്കാണ് ആരായാലും അപ്പുറം ഇപ്പുറം ജയിക്കുന്നത്. അപ്പോൾ 5000 വോട്ടോ ഇല്ലേ 4000 വോട്ട് ഒന്നിച്ചൊരു വോട്ട് മാത്രമല്ലോ കേരളം പതുക്കെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുന്നത്. ഈ വരുന്നത് മുഴുവൻ ഇസ്ലാമിസ്റ്റുകളുമാണ്. അല്ല, കടുത്ത ഇന്ത്യ വിരുദ്ധരാണ് കാണുന്നില്ലേ ഇപ്പോൾ നമ്മൾ? അതെ, കടുത്ത ഇന്ത്യ വിരുദ്ധരും ഇന്നത്തെ ഇന്ത്യയിലെ ദേശീയ ഗവൺമെൻറ്റിൻ്റെ ചിന്താധാരകൾക്കെല്ലാം എതിരുമാണ്. പക്ഷെ വേറൊരു കാര്യമില്ല, ഈ KT ജലീലിൻ്റെയോ നമ്മുടെയോ അച്ഛൻ്റെ വകയല്ലല്ലോ ഇന്ത്യ രാജ്യം. ഈ രാജ്യത്തെ 148 കോടി ജനങ്ങളുടെയും കൂടിയാണ് ഇന്ത്യ. ഏതോ ഒരുത്തൻ നിങ്ങൾ വന്ന് ഇന്ത്യയിൽ താമസിച്ചോ, കേരളം നിങ്ങളുടെ അഭയസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയും നമ്മൾ. സുനിലെ, ഇങ്ങനെ ആരും പറയത്തില്ല. വിദ്യാഭ്യാസത്തിന് കുട്ടികളെ അയച്ച് ആകർഷിക്കാൻ പ്രചരണത്തിന് പോയതാണ് മന്ത്രി. ഇവിടുത്തെ പറഞ്ഞു ആ കുട്ടികളുടെ കൂടെ അവരുടെ പേരൻസ് വരുന്നു. പക്ഷേ അപ്പോഴും വേണം. പിന്നെ ബാക്കിയുള്ള ആവശ്യങ്ങൾ സ്വാഭാവികമായി വേറെ പല കേന്ദ്രങ്ങൾ കോൺഗ്രസ് പറയും മാലിക്കാരെ നമ്മൾ ഏറ്റെടുക്കണം, റോഹിംഗ്യൻസിന്റെ പറയുന്ന പോലെ. പിന്നെ ജലീല് രംഗത്തുനിന്ന് അങ്ങ് മാറുകയാണ്, മറ്റുള്ളവരങ്ങ് ഏറ്റെടുത്തോളൂ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് പൗരത്വ നിയമം നടപ്പാക്കത്തില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യം കൂടെ. അല്ല, പിണറായി വിജയനെ കൊണ്ട് ബക്കറ്റിലെ തിരയിളക്കം കണ്ട് അറേബ്യൻ കടലിൽ ചാടരുതെന്ന് പ്രസംഗിപ്പിച്ച ആളാണ് ജലീൽ. അത് ജലീലിൻ്റെ പിന്നെ സാരോപദേശ കഥയാണെന്ന് കേരളം ആരെങ്കിലും മനസ്സിലാക്കിയോ? അതുപോലെ
നമ്മൾ ഇതിൻ്റെ ഈ ഭൗതിക കേന്ദ്രം നമ്മൾ തക്ക സമയത്ത് ഓർക്കത്ത് പോലുമില്ല. പക്ഷേ കാര്യങ്ങളെ ആ വഴിയിലേക്ക് എത്തിക്കാൻ ഡ്രൈവ് ചെയ്ത് നോക്കി. പെട്ടെന്ന് കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുകയും ലോക്ക്ഡൗൺ വരികയും ചെയ്തപ്പോൾ ഈ നീക്കം അന്നത്തെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് തുടർ നടപടികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ എത്ര വിദ്യാർത്ഥികളെ അവിടുന്ന് മാലി വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ പറ്റി, എത്ര പേര് ഇപ്പോഴും ഇവിടെ നിലവിൽ പഠിക്കുന്നുണ്ട്. അല്ല സാർ, അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ ഡെമോഗ്രാഫിയെ അട്ടിമറിക്കാൻ കെട്ടിജലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അത്ര നിഷ്കളങ്ക ചരിത്രമുള്ള ആളൊന്നുമല്ല. നിരോധിക്കപ്പെട്ട സംഘടനയാണ് സിമിയുടെ നേതാവായിരുന്നു. സിമിയിൽ നിന്ന് മാനസാന്തരം വന്ന് CPM-ന്റെ സഹയാത്രികനായി മാറി എന്നൊക്കെ. അല്ല, ആദ്യം ലീഗിൽ പോയി, അവിടെ നിന്ന് CPM-ലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ജലീൽ ആരാണെന്ന് പലപ്പോഴും കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയനെയും CPM-നെയും കരുവാക്കി കേരളത്തിൻ്റെ ജനസംഖ്യയിൽ വലിയ മാറ്റമുണ്ടാക്കി ഒരു വലിയ അജണ്ട, ഇന്ത്യ രാജ്യത്തിനെതിരായി മാറാവുന്ന ഒരു അജണ്ട, രാജ്യത്തെ പോലും വെല്ലുവിളിക്കുന്ന, രാജ്യത്തിൻ്റെ നിയമങ്ങളെപ്പോലും അട്ടിമറിച്ച് കുറേയേറെ അന്യ രാജ്യക്കാരെ ഇവിടെ കുടിയേറ്റാനുള്ള ഒരു ശ്രമം ജലീൽ തുടങ്ങി വെച്ചു എന്നാണോ ഇന്ന് മനസ്സിലാക്കേണ്ടത്? അതായിരുന്നു ജലീലിൻ്റെ ദുരുദ്ദേശം. പക്ഷേ അതിന് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മുഖംമൂടി കൊടുത്തു. അതായിരുന്നു ആ യാത്രയും. പക്ഷേ ആ യാത്ര നമ്മുടെ മാധ്യമങ്ങളൊന്നും ഒരു തരത്തിലും അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചോ അതിൻ്റെ ദുരുദ്ദേശത്തെക്കുറിച്ചോ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അതെങ്കിൽ മനസ്സിലായി കാണില്ല, അല്ലെങ്കിൽ മനസ്സിലായവരും ഉണ്ടായിരുന്നു. ഇത് ഏതായാലും നല്ല ഒരു ഉദ്ദേശത്തോടെയുള്ള യാത്രയായിരുന്നില്ല. പെട്ടെന്ന് ഈ കോവിഡ് മഹാമാരി പടർന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാകുമായിരുന്നു. പെട്ടെന്ന് ഈ ലോക്ക്ഡൗണും ഒക്കെ വരികയും ലോകം ഒരു ക്ലോസ് ഡൗണിലേക്ക് പോവുകയൊക്കെ ചെയ്തപ്പോൾ ഈ വിഷയം പിന്നെ ആരും ശ്രദ്ധിക്കാതെയും ജലീൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ്, പിന്നെ 2021 തിരഞ്ഞെടുപ്പ് വന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജലീൽ മന്ത്രിയല്ലാതെയായി. ഈ വിഷയം അങ്ങനെയാണ്. ഏതായാലും പക്ഷേ വേറെ കാര്യമുണ്ട്, അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് തുടങ്ങി വെച്ചിരുന്നു മന്ത്രി എന്ന നിലയിൽ. ഒരുപക്ഷെ അതിൻ്റെ ഫോളോ അപ്സും നടക്കുന്നുണ്ടാവാം. കേരളത്തിൽ എത്ര മാലി വിദ്യാർത്ഥികളുണ്ട്, അവരുടെ എത്ര കുടുംബങ്ങളുണ്ട് എന്നും നമുക്കറിയില്ല. ഇത് ഇന്ത്യക്കാരെന്ന നിലയിൽ ബംഗ്ലാദേശികൾ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നതും ആരും അറിയാതെയൊന്നും അല്ല. ഇത് വേറൊരു തരത്തിൽ കിഴക്ക് പടിഞ്ഞാറേ പ്രദേശത്തു നിന്ന് വരുന്നുണ്ട്. ബംഗ്ലാദേശികൾ ആസാമിലെത്തി ഇന്ത്യൻ പൗരത്വം, പിന്നെ വ്യാജ ഐഡൻറ്റിറ്റി കാർഡും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ ധാരാളം ജോലിക്കാരായിട്ട് വരുന്നുണ്ടല്ലോ. വലിയ ഇതിലെ ഏതാണ് ആരാണ് എന്ന് ഇവിടുത്തെ പോലീസിനും ആഭ്യന്തര വകുപ്പിനും അല്ല, അങ്ങനെയുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം കൂടിയാണല്ലോ ആസാമിലൊക്കെ നടക്കുന്നത്, CIAയുടെയും NRCയുടെയും ഭാഗമായിട്ട്. അപ്പോൾ ഇതിനെയൊക്കെ എതിർക്കുന്നതിൻ്റെ പിന്നിൽ രാജ്യവിരുദ്ധമായ, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും ജനസംഖ്യയെയും അട്ടിമറിച്ച് ഒരു ഇസ്ലാമിക രാജ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകൾ നടത്താനുള്ള അജണ്ട കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇത് മതപരമായി പോപ്പുലേഷനെ അട്ടിമറിക്കുക, അത് സ്വയം ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് ഒപ്പം തന്നെ കൃത്രിമമായ എളുപ്പവഴികൾ ഈ തരത്തിൽ സ്വീകരിക്കുന്ന ഇടപാട് ഉണ്ട്. ഏതായാലും സാറിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഇത് തിരിച്ചറിഞ്ഞു എന്നത് വലിയ സന്തോഷകരമാണ്. അത് ലോകത്തോട് പറയുന്നതും അതിലേറെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു നിലപാടാണ്. ഇത് പിന്നെ നമ്മുടെ സാമൂഹിക സ്ഥിതികൾ മാറുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി ആരും അന്വേഷിക്കുന്നില്ല. നമ്മുടെ സെൻസസ് നടന്നിട്ട് തന്നെ ഇപ്പോൾ എത്ര വർഷമായി? അതെ 14 വർഷമായി ആകുന്നു ഇന്ത്യയിലെ സെൻസസ് നടന്നിട്ട്. സാധാരണ അത്രയും ദീർഘമായ, കോവിഡ് കാരണം 2021 നടന്നില്ല. ഇനി ഇപ്പോൾ ഇലക്ഷൻ കഴിച്ചിട്ട് ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടുത്ത അജണ്ട നടപടികളുണ്ടാവുള്ളൂ. ഏതായാലും KT ജലീലിൻ്റെ ഓരോ യാത്രകളും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും കൃത്യമായ അജണ്ടകളുള്ളതാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.